യൂദായുടെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ആദ്യം നമുക്ക് വായിക്കാം. ഈ ഒരു വാക്യത്തിൽ ഇന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മളെല്ലാം ആരാണ്? വിശ്വാസികളാണ്. നല്ലൊരു പേരാ നമുക്കുള്ളത്. പക്ഷെ നമുക്കില്ലാത്തത് എന്താ? വിശ്വാസമാണ് നമുക്കില്ലാത്തത്. പേരൊക്കെ ഉണ്ട്, മനോഹരമായ വിശ്വാസി എന്ന പേരുണ്ടെങ്കിലും നമുക്കില്ലാത്തത് വിശ്വാസമാണ്. ശരിയല്ലേ? യേശുവിന്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് എന്താ പറഞ്ഞത്? അല്പവിശ്വാസികളെ. യേശുവിൽ നിന്നും നേരിട്ട് ഉപദേശങ്ങൾ കേട്ടിട്ടും യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ നിരന്തരമായി കണ്ടിട്ടും അവർക്ക് പിന്നെയും പിന്നെയും അവിശ്വാസമായിരുന്നു. ജാതികളായിരിക്കുന്ന, ഇസ്രായേലരല്ലാത്ത ജാതികളായിരിക്കുന്ന ആളുകൾ യേശുവിന്റെ അരികിൽ പലപ്പോഴും കടന്നു വന്നു. അവരെ, ഒരു കനാന്യ സ്ത്രീയുടെ കാര്യം നമുക്കറിയാം. ആ സ്ത്രീയെ യേശു ചില കാര്യങ്ങൾ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവൾ പുറകെ തന്നെ പോയി. അവളുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞു തരുമോ, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ലെന്നാണ്. ഈ ഒരു അവസ്ഥയാണ് ഇന്നത്തെ ദൈവമക്കളുടെ ഇടയിലുള്ള അവസ്ഥയും. പണ്ട് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു, ഇന്ന് വിശ്വാസം കുറഞ്ഞു പോയിരിക്കുന്നു. നമ്മളൊന്ന് മടങ്ങി വരണം, നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകണം. ഇവിടെ യൂദായുടെ ലേഖനത്തിൽ പറയുന്നു, ഈ വിശ്വാസം, ദൈവിക വിശ്വാസം വിശുദ്ധന്മാർക്കാണ് വരമേൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കൽ അശുദ്ധരായിരുന്നു, പാപികളായിരുന്നു, നിഷ്ഠൂരന്മാരായിരുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു ജീവിച്ച ആളുകളായിരുന്നു നമ്മൾ ഓരോരുത്തരും. പക്ഷെ സുവിശേഷം നമ്മൾ കേട്ടു, നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചു, നിത്യജീവൻ ലഭിച്ചു, സ്നാനപ്പെടുവാൻ കൃപ ലഭിച്ചു. യേശുവിന്റെ ശരീരമാകുന്ന സഭയിൽ നമുക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ഇടയാക്കി. ഇപ്പോൾ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിരിക്കുന്ന നമ്മൾ കർത്താവിൽ വിശുദ്ധരാണ്. അല്ലാതെ ചില സാമുദായിക സഭകൾ ചില ആളുകളെ കുറച്ചു വർഷങ്ങൾ കൊണ്ട് അവർ ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച ശേഷം പ്രഖ്യാപിക്കുമ്പോൾ അവർ വിശുദ്ധരാക്കപ്പെടുന്നു. അങ്ങനെയല്ല ഒരു വിശുദ്ധ പദവി ലഭിക്കുന്നത്. ഒരു വിശുദ്ധ പദവി ലഭിക്കുന്നതിന് ഏറ്റവും വലിയ മുഖാന്തരം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാ സ്ത്രീ പുരുഷന്മാരും കുഞ്ഞുങ്ങളും അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വിശുദ്ധർ. ഈ വിശുദ്ധർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്നതാണ് ഈ വിശ്വാസം. നമ്മൾക്ക് ഒരിക്കലായിട്ട് വലിയൊരു ഭാഗ്യപദവിയാണ്. നമുക്കിതിന് അർഹത ഉണ്ടായിരുന്നില്ല. നമ്മളെക്കാളും യോഗ്യത ഉള്ളവർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലുണ്ടായിരുന്നു, സുഹൃത്തുക്കളുടെ ഇടയിലുണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്ക് ലഭിക്കാത്ത ആ മഹാഭാഗ്യ പദവി എനിക്കും നിങ്ങൾക്കും ലഭിച്ചു. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി എന്തു ചെയ്യണം? പോരാടണം. വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ട ചുമതല ഓരോ വിശ്വാസിക്കുമുണ്ട്. നമ്മൾ വലിയൊരു പോരാട്ടക്കളത്തിലാണ്. പക്ഷേ യേശുവിനുള്ള വിശ്വാസത്തിൽ നിന്നും ഒരു സ്റ്റെപ്പ് പോലും നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം നേരിടേണ്ടി വന്നാലും, ഇന്ന് പകൽ സമയം ദൈവമക്കളോട് പറയട്ടെ, നാം ശക്തിയോടുകൂടെ മുന്നോട്ട് പോകണം. ഈ വിശ്വാസത്തിനു വേണ്ടി നമ്മൾ പോരാടി മുന്നോട്ട് പോകുമ്പോൾ അന്തിമ വിജയം ആർക്കാണെന്ന് അറിയാമോ? നമുക്ക് തന്നെയാണ്, ദൈവസഭയ്ക്കാണ്. കർത്താവ് അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അപ്പൊ പാതാള ഗോപുരത്തിന്റെ ശക്തികൾ നമുക്കെതിരായി, സഭയ്ക്കെതിരായി, സുവിശേഷ പ്രവർത്തനത്തിനെതിരായി വരുമ്പോൾ നമ്മൾ കരയുകയല്ല വേണ്ടത്, നമ്മൾ വിഷമിക്കുകയല്ല വേണ്ടത്. മറിച്ച് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കൂടെ കർത്താവുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ പോവുകയാണെങ്കിൽ അന്തിമ വിജയം നമുക്ക് തന്നെയാണ്. യൂദാ 1:20. രണ്ടാമത്തെ കാര്യം, യൂദാ തന്റെ ലേഖനത്തിൽ പറയുന്നത്, നമുക്ക് വരവേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസം, അതിനെക്കുറിച്ചൊരു നല്ല ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം. ഇതൊരു സാധാരണ വിശ്വാസമല്ല, നമ്മൾ സാധാരണക്കാരുമല്ല. അപ്പോസ്തലന്മാര് യേശുവിന്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിട്ട് അവർ നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ യഹൂദ മതാനുസാരികളും ശാസ്ത്രിമാര് പറഞ്ഞു, ഇവര് വിദ്യാഭ്യാസമില്ലാത്തവര്, ഇവര് കഴിവില്ലാത്തവര്, പക്ഷെ അവർ യേശുവിനോട് കൂടെ ഉള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. ഈ അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി നമ്മൾ ശക്തമായി ദൈവകൃപയിൽ നിലനിൽക്കണം. ഇവിടെ യൂദ പറയുകയാണ്, നിങ്ങളുടെ അതിവിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ ആത്മിക വർധന വരുത്തണം. നമ്മൾ ഓരോ നിമിഷവും ആത്മികമായ വർധനവുള്ളവരായി മാറണം. കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മിക വർധന വരുത്തുന്നു. ഞാൻ എത്ര അന്യഭാഷ പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും ഒരു ആത്മീയ വർധന ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അന്യഭാഷയെ പരിശുദ്ധാത്മാൽ വ്യാഖ്യാനിച്ചാൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മിക വർധനവ് വരും. പക്ഷേ ഞാൻ അന്യഭാഷ പറയുകയാണെങ്കിൽ ഞാൻ പടിപടിയായി വിശ്വാസത്തിൽ വളരാൻ തുടങ്ങും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ 10,000 വാക്ക് അന്യഭാഷകളിൽ സംസാരിക്കുന്നവനാണ്. അന്യഭാഷകളിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ആത്മാവിൽ പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമാക്കിക്കൊണ്ട് ആത്മീകമായിട്ട് നമ്മൾ വളരാൻ തുടങ്ങും. ആത്മീകമായി വളർന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു പ്രതികൂലം വന്നാൽ നമ്മൾ പേടിക്കില്ല, ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പുറകോട്ട് പോകില്ല. കാരണം ഒരാത്മിക വിശ്വാസം, ഒരാത്മിക വർധനവ്, ക്രിസ്തുവിന്റെ തലയോളം വളരുന്ന ഒരാത്മിക നിലവാരത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരു രോഗത്തിനോ ഒരു അന്ധകാര ശക്തിക്കോ ഒരു ദുർശക്തിക്കോ നമ്മളൊന്ന് തൊടുവാൻ പോലും കഴിയില്ല. ഇനി അങ്ങനെ ഒരു അറ്റാക്ക് വന്നാൽ പോലും നമ്മൾ തളരില്ല, നമ്മൾ വളരാൻ തുടങ്ങും, നമ്മൾ അതിനോട് പോരാടാൻ തുടങ്ങും, അന്തിമമായി നമ്മൾ വിജയത്തിലെത്തും. അതുകൊണ്ട് കർത്താവ് നമ്മളെ വരവേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിനു വേണ്ടി പോരാടി ജയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ തിരുവചനങ്ങൾ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ.